സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. സമാധാന ചർച്ചകൾക്കിടയിൽ ട്രംപിനെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാൻ. റീപ്പർ ഡ്രോണിനെ ഇറാൻ വീഴ്ത്തിയ സംഭവമാണ് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ഇപ്പോൾ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. എന്താണ് അതിന് കാരണം? ആരഷ് ഇ കമാൻഡ് ഗിയർ എന്ന ഇറാന്റെ ഏറ്റവും പുതിയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് അമേരിക്കയ്ക്ക് പുതിയ തലവേദനയായി മാറുന്നത്. ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ് ഈ പ്രതിരോധ സംവിധാനം. ഇറാനിയൻ പുരാണങ്ങളിലെ ഇതിഹാസ നായകനായ ആരഷിന്റെ പേരിലുള്ള ആയുധത്തെക്കുറിച്ച് ഇറാൻ തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരഷ് പ്രയോഗിച്ചതിലൂടെ കൃത്യമായ സന്ദേശം തന്നെയാണ് ഇറാൻ നൽകുന്നത്. തങ്ങളെല്ലാം തകർത്തിട്ടും ഇറാന്റെ വ്യോമ പ്രതിരോധ ശേഷി കൂടുതൽ സ്ട്രോങ് ആയി എന്ന അറിവാണ് ട്രംപിനെയും കൂട്ടരെയും ഞെട്ടിപ്പിക്കുന്നത്. ഈ ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക 2 തവണ വ്യോമാക്രമണം നടത്തിയത്. അതിനിടെ മറ്റൊരു യുദ്ധവിമാനം കൂടി വെടിവെച്ചിട്ടു എന്ന് ഇറാൻ വെളിപ്പെടുത്തി. ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഇറാൻ മുന്നൊരുക്കങ്ങൾ തുടരുകയാണ് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 60 ദിവസത്തെ വെടിനിർത്തലിന് ധാരണയായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുതിയതായി റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിൻ്റെ അനുമതിക്കായി ഈ കരാർ അയച്ചുവെന്നും റിപ്പോർട്ടുകൾ വരികയാണ്. എന്നാൽ അന്തിമ കരാർ ആയിട്ടില്ല എന്നാണ് ഇറാൻ കേന്ദ്രങ്ങൾ ആവർത്തിക്കുന്നത്. ട്രംപിൻ്റെ പ്രവചനാതീതമായ സ്വഭാവത്തെ വളരെ കരുതലോടെയാണ് ഇറാൻ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴും ഇറാൻ തയ്യാറെടുപ്പുകൾ കൂടുതൽ നടത്തുന്നത്, പുതിയ ആയുധങ്ങൾ സുസജ്ജമാക്കി വെക്കുന്നത്. ഇറാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോയുമായി വന്നത്. ആദ്യം ഇറാൻ്റെ ഏറ്റവും പുതിയ വ്യോമ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് വിശദമായി പറയാം. അതിനുശേഷം സമാധാന കരാർ സംബന്ധിച്ച വിവരങ്ങളിലേക്ക് പോകാം. ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതും നമ്മൾ നോക്കിക്കാണണം. ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ആരഷ് ഇ കമാൻഡ് ഗിയർ. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാൻ ശേഷിയുള്ള സ്റ്റെൽത്ത് ഡ്രോണുകളെയും യുദ്ധവിമാനങ്ങളെയും കണ്ടെത്താനും തകർക്കാനും ഈ സംവിധാനത്തിന് കഴിയും. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അമേരിക്കയുടെ ഏറ്റവും പേരുകേട്ട ഏറ്റവും അത്യാധുനികമായ MQ-9 റീപ്പർ ഡ്രോണിനെ ഇറാൻ തകർത്തത് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ തന്ത്രപ്രധാനമായ ഖേഷം ദ്വീപിന് സമീപത്ത് വെച്ചാണ് ആരഷ് അമേരിക്കയുടെ ഡ്രോണിനെ തകർത്തത് എന്നാണ് ഇറാൻ വാർത്താ ഏജൻസിയായ ഫാഴ്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യ പ്രയോഗമാണ് റീപ്പർ ഡ്രോണിനെതിരെ നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ആരഷിൻ്റെ കൃത്യമായ സാങ്കേതിക വിവരങ്ങളോ ചിത്രങ്ങളോ ഇറാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരഷിനെ കുറിച്ച് സ്വതന്ത്രമായ സ്ഥിരീകരണമൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള സൈനിക നേട്ടങ്ങൾ പരസ്യപ്പെടുത്തുന്ന പാരമ്പര്യം ഇറാന് മുമ്പും ഉണ്ട്. അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികളെയും ആരഷിൻ്റെ പ്രയോഗത്തിലൂടെ ഇറാൻ അതുകൊണ്ട് തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോഴും ആരഷിനെ കുറിച്ച് ചില നിർണായക വിവരങ്ങൾ ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പരമ്പരാഗത റഡാർ ശൃംഖലകളെ ആശ്രയിക്കാതെ പ്രവർത്തിക്കുന്ന ഹിഡൻ സെൻസിംഗ് സിസ്റ്റമാണ് ഇതിലുള്ളത്. റഷ്യൻ നിർമ്മിത S-300 പോലെയുള്ള പഴയ റഡാർ അധിഷ്ഠിത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇറാൻ ഇതുവരെ ആശ്രയിച്ചിരുന്നത്. ഇസ്രായേലിൻ്റെയും US-ൻ്റെയും ആക്രമണങ്ങളിൽ ഇവയിൽ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തകർക്കപ്പെട്ടു എന്നാണ് വിലയിരുത്തൽ. അപ്പോഴാണ് ഇറാൻ പുതിയ ആയുധം പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് റഷ്യൻ നിർമ്മിത, റഷ്യൻ സാങ്കേതികവിദ്യ അടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളെ ഇറാനും അമേരിക്കയും ചേർന്ന് തകർത്തതോടുകൂടി തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വലിയ പ്രതിരോധ ബാറ്ററികൾ പോലെ ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് നിർത്തുന്നതല്ല ആരഷ് സംവിധാനം എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതായത് ഒരു മൊബൈൽ സംവിധാനമാണ്. എവിടേക്ക് വേണമോ കൊണ്ടുപോകാൻ കഴിയുന്ന സംവിധാനമാണ്. ട്രക്കുകളിലോ മറ്റു വാഹനങ്ങളിലോ സ്ഥാപിച്ച് വളരെ വേഗത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനും ശത്രുക്കളുടെ കണ്ണിൽപ്പെടാത്ത രീതിയിൽ ഒളിപ്പിച്ചു വയ്ക്കാനും സാധിക്കും. സൈനിക വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം ശത്രു വിമാനങ്ങൾ തങ്ങളുടെ പരിധിയിൽ വരുന്നതുവരെ ഈ സിസ്റ്റത്തിൻ്റെ പ്രതിരോധ ഡ്രോണുകൾക്കോ മിസൈലുകൾക്കോ അന്തരീക്ഷത്തിൽ ഒളിച്ചു പറക്കാൻ കഴിയും. ലക്ഷ്യം കൃത്യമായി മുന്നിൽ വരുമ്പോൾ മാത്രം സ്വയം മിസൈലായി മാറി അവ ശത്രു വിമാനങ്ങളെ ഇടിച്ചു തകർക്കും. മാത്രമല്ല ശത്രുക്കൾക്ക് എളുപ്പം കണ്ടെത്താൻ കഴിയുന്ന ശക്തമായ റഡാർ തരംഗങ്ങൾക്ക് പകരമായി വിമാനങ്ങളുടെ ചൂടും ദൃശ്യങ്ങളും തിരിച്ചറിയുന്ന ഇലക്ട്രോ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ഹീറ്റ് സീക്കിംഗ് സാങ്കേതികവിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ കോടിക്കണക്കിന് രൂപ വില വരുന്ന പാട്രിയോട്ടിക് മിസൈൽ പ്രതിരോധ സംവിധാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ തദ്ദേശീയ സിസ്റ്റം നിർമ്മിക്കാൻ വളരെ കുറഞ്ഞ ചെലവ് മാത്രമേ ഇറാന് വരുന്നുള്ളൂ എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. അതിനാൽ യുദ്ധത്തിൽ ഇവ തകർക്കപ്പെട്ടാൽ പോലും വളരെ വേഗത്തിൽ എളുപ്പത്തിലും പുതിയവ നിർമ്മിച്ച് മാറ്റിവെക്കാൻ ഇറാന് സാധിക്കും. ആരഷിൽ ഒളിഞ്ഞിരിക്കുന്ന വിനാശകരമായ ശേഷികൾ ശത്രുക്കൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് എന്നാണ് ഇറാൻ്റെ ജോയിൻറ്റ് മിലിറ്ററി കമാൻഡ് വ്യക്തമാക്കുന്നത്.
മാസങ്ങളോളമായി അമേരിക്കയും ഇസ്രയേലും ഇറാൻ്റെ സൈനിക താവളങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തുന്നുണ്ട് എങ്കിലും തങ്ങളുടെ പ്രതിരോധ ശൃംഖല തകർന്നിട്ടില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ആരഷിൻ്റെ പ്രയോഗത്തിലൂടെ ഇറാൻ ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽപാതയ്ക്ക് സമീപത്ത് വെച്ച് അമേരിക്കയ്ക്ക് അത്യാധുനിക ഒരു ഡ്രോൺ നഷ്ടപ്പെട്ടത് വലിയ നാണക്കേടാണ് എന്ന് തന്നെയാണ് യുദ്ധവിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. അങ്ങനെ തകർക്കപ്പെട്ടത് ഇറാൻ്റെ പുതിയ ആയുധം ഉപയോഗിച്ചു കൂടിയാകുമ്പോൾ അമേരിക്കയുടെ നാണക്കേടിൻ്റെ വ്യാപ്തി കൂടുന്നു. വെടിനിർത്തൽ ചർച്ചകളിൽ അമേരിക്കയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും തങ്ങൾ ദുർബലരല്ല എന്ന് വ്യക്തമാക്കാനും ഇറാൻ ഈ സൈനിക നേട്ടത്തെ ഉപയോഗപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഹോർമൂസിന് അടുത്തുള്ള ബന്ദർ അബ്ബാസിലെ ചില സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്ക വ്യോമാക്രമണം നടത്തി മുഖം രക്ഷിക്കാൻ നോക്കിയത്. പുതിയ സംവിധാനത്തിന് ആരഷ് ഇ കമാൻഗീർ എന്ന് പേര് നൽകിയതും മനഃപൂർവ്വമാണ്. ആ പേരിന് ഇറാനുമായി അല്ലെങ്കിൽ ഇറാൻ്റെ സംസ്കാരവുമായി വൈകാരികമായ ഒരു ബന്ധമുണ്ട്. പേർഷ്യൻ ഭാഷയിൽ അമ്പെയ്ത്തുകാരനായ ആരഷ് എന്നാണ് ഈ ആരഷ് ഇ കമാൻഗീറിൻ്റെ അർത്ഥം. അന്യദേശക്കാരനായ ശത്രുക്കളിൽ നിന്ന് രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ തൻ്റെ ജീവൻ നൽകി അമ്പെയ്ത വീരനായകനാണ് ആരഷിനെ പേർഷ്യൻ പുരാണങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. വീരനായകനായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പേർഷ്യയും അതായത് ഇറാനും അയൽ രാജ്യമായ തുറാനും തമ്മിൽ കടുത്ത യുദ്ധം നടന്നു. ഒരു നാൾ പേർഷ്യൻ സൈന്യം പരാജയപ്പെട്ടു. രാജ്യത്തെ ശത്രു സൈന്യം വളർന്നു. തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിലെത്തി. പേർഷ്യയിലെ ഏറ്റവും ശക്തനായ ഒരു വില്ലാളി അമ്പെയ്യണം. ആ അമ്പ് ചെന്ന് വീഴുന്ന സ്ഥലം വരെ പേർഷ്യയുടെ അതിർത്തിയായിരിക്കും, അതിനപ്പുറം തുറാൻ രാജ്യമായിരിക്കും എന്നതായിരുന്നു നിബന്ധന. അതായത് അത്രത്തോളം മാത്രമല്ലേ അമ്പെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിബന്ധന ഈ തുറാൻ രാജ്യക്കാർ വെച്ചത്. ഈ കഠിനമായ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരഷിനെയായിരുന്നു. തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി പരമാവധി ദൂരേക്ക് വ്യാപിപ്പിക്കാൻ ദമാവന്ത് പർവ്വതത്തിൻ്റെ മുകളിൽ കയറി തൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ജീവനും ശക്തിയും ആവാഹിച്ച് ഈ ആരഷ് വില്ലുകുലച്ച് അമ്പെയ്തു. ആ അമ്പ് പേർഷ്യൻ അതിർത്തിയും കടന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ അമൂദരിയ നദീതീരത്ത് ചെന്നു പതിച്ചു എന്നതാണ് വിശ്വാസം. എന്നാൽ വില്ലു കുലച്ച നിമിഷം തന്നെ തൻ്റെ ശരീരത്തിലെ ഊർജ്ജമെല്ലാം നഷ്ടപ്പെട്ട് ആരഷിൻ്റെ ശരീരം ചിതറിപ്പോവുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു എന്നാണ് പേർഷ്യൻ പുരാണം പറയുന്നത്. സ്വന്തം ജീവൻ നൽകി രാജ്യത്തിൻ്റെ അതിർത്തികൾ കാത്ത വീരനായകനായാണ് ഇറാനികൾ ആരഷിനെ കാണുന്നത്. എല്ലാ വർഷവും ജൂലൈ മാസത്തിൽ ഇറാനിൽ ആഘോഷിക്കപ്പെടുന്ന തിർഗാൻ ഉത്സവം ആരഷിൻ്റെ ചരിത്രപ്രസിദ്ധമായ അമ്പെയ്ത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അതായത് തങ്ങളുടെ ശത്രുക്കളുടെ വിമാനങ്ങളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും രാജ്യത്തിൻ്റെ അതിർത്തികളെ ജീവൻ കൊടുത്തും സംരക്ഷിക്കുമെന്ന പുരാണ സന്ദേശമാണ് ആരഷ് എന്ന പേരിലൂടെ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനിടെ ബുഷ്ഹർ മേഖലയിൽ വെച്ച് മറ്റൊരു അമേരിക്കൻ വിമാനം കൂടി തകർത്തുവെന്ന് ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡ്രോൺ തകർത്തതിന് പിന്നാലെ ഇങ്ങനെ ഒരു വിമാനം കൂടി തകർത്തു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തെക്കൻ ഇറാനിലെ തീരപ്രദേശ മേഖലയാണ് ഈ ബുഷ്ഹർ. അവിടുത്തെ ജാം കൗണ്ടിയിൽ വെച്ച് ശത്രു സൈന്യത്തിൻ്റെ വിമാനം തകർത്തു എന്നാണ് അവിടുത്തെ ഗവർണർ മസൂദ് തങ്കസ്താനി പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. ഏത് വിമാനമാണ് തകർത്തത് എന്നോ അതിൻ്റെ ദൃശ്യങ്ങളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇതും ഒരു അമേരിക്കൻ ഡ്രോൺ ആകാനാണ് സാധ്യതയെന്നാണ് ചില അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത്. ഈ ഡ്രോണിനെയും ആരഷ് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണോ തകർത്തത് എന്നുള്ള സൂചനകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില സൂചനകളും വരുന്നുണ്ട്. പക്ഷേ അതിന് സ്ഥിരീകരണം വന്നിട്ടില്ല. റീപ്പർ ഡ്രോൺ തകർന്ന സംഭവവും ബൂഷർ മേഖലയിൽ ഈ വിമാനം തകർന്ന സംഭവവും പതിവ് പോലെ അമേരിക്ക ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല. അമേരിക്ക പറയുന്നത് അങ്ങനെ ഒരു സംഭവങ്ങളേ ഉണ്ടായിട്ടില്ല എന്നാണ്. എന്തായാലും അമേരിക്കയ്ക്ക് തുടർച്ചയായ അത്യാധുനിക ഡ്രോണുകളും വിമാനങ്ങളും നഷ്ടപ്പെടുന്നത് നാണക്കേടായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇറാനെ ആക്രമിക്കുമ്പോൾ വില കുറഞ്ഞ ഡ്രോണുകൾക്ക് പകരം ചെലവേറിയ മിസൈലുകളെ ആശ്രയിക്കാൻ ഈ റീപ്പർ ഡ്രോൺ തകർത്ത സംഭവം അമേരിക്കയെ നിർബന്ധിതമാക്കും എന്നാണ് വിലയിരുത്തൽ. 2025 ജൂണിലെ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ബാലിസ്റ്റിക് മിസൈൽ ഉൽപ്പാദനം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ഇറാന് സാധിച്ചു എന്നാണ് യുദ്ധവിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. ആയുധങ്ങളുടെ കാര്യത്തിൽ US-നും ഇസ്രയേലിനും ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ കരുതുന്നതിനേക്കാൾ മികച്ച പ്രതിരോധശേഷി ഇറാന് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് സൈനിക രംഗത്തെ വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. ഇനി വെടിനിർത്തൽ ചർച്ചയുടെ കാര്യത്തിലേക്ക് വന്നാൽ 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടാനും ഹോർമൂസിലൂടെ കപ്പൽ ഗതാഗതം സാധ്യമാക്കാനും ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണയിലെത്തിയെന്നാണ് റോയിറ്റേഴ്സ് പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിൻ്റെ അനുമതിക്കായി ഈ കരാർ അല്ലെങ്കിൽ കരാറിൻ്റെ ഡ്രാഫ്റ്റ് നൽകിയിട്ടുണ്ടെന്നും അതിൻ്റെ അനുമതിക്കായി കാത്തു നിൽക്കുന്നു എന്നുമാണ് റിപ്പോർട്ട്. ട്രംപ് അനുമതി നൽകാൻ ദിവസങ്ങൾ എടുക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ കരാർ അന്തിമമായിട്ടില്ല എന്നാണ് ഇറാൻ മാധ്യമങ്ങളും പരമോന്നത നേതൃത്വവുമായി അടുത്ത് നിൽക്കുന്നവരും പറയുന്നത്.
ചർച്ചാ സംഘവുമായി അടുത്ത ബന്ധമുള്ള സ്രോതസ്സിനെ ഉദ്ധരിച്ച് ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് കരാറിൻ്റെ വാചകങ്ങൾ ഇതുവരെ അന്തിമമാക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ്. ഞങ്ങൾ ലക്ഷ്യങ്ങളുടെ വളരെ അടുത്താണ് എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഈ കരാറുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. വെടിനിർത്തൽ നീട്ടുന്ന 60 ദിവസത്തിലെ 30 ദിവസം കൊണ്ട് ഇറാൻ ഹോർമൂസിലെ മൈനുകൾ മാറ്റി കടലിടുക്ക് ഘട്ടം ഘട്ടമായി ഗതാഗത യോഗ്യമാക്കണം എന്നുള്ളതാണ് കരാർ. ആ സമയം കൊണ്ട് അമേരിക്ക നാവിക ഉപരോധം ഘട്ടം ഘട്ടമായി പിൻവലിക്കും. അതിനുശേഷം ഇറാൻ്റെ ഫണ്ടുകൾ അവിടെ ഇവിടെയും പിടിച്ചു വച്ചിരിക്കുന്ന ഫണ്ടുകൾ വിട്ടുകൊടുക്കുന്ന കാര്യത്തിലും സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ കാര്യത്തിലും ചർച്ച നടത്താം എന്നതാണ് നിലവിലെ കരാർ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ എന്നാണ് ആക്സിയോസ് പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചുരുക്കത്തിൽ പരസ്പര വിശ്വാസം വീണ്ടെടുക്കാനും യുദ്ധം പൂർണ്ണമായി ഒഴിവാക്കാനുമുള്ള ഒരു താൽക്കാലിക പാലം, അതാണ് ഈ 60 ദിവസത്തെ വെടിനിർത്തൽ എന്നാണ് നയതന്ത്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. ഈ ഡ്രാഫ്റ്റിന് ട്രംപ് അനുമതി നൽകുമോ, ഇറാൻ പരമോന്നത നേതൃത്വം അനുമതി നൽകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഈ ഡ്രാഫ്റ്റിനോട് ഇസ്രയേലിന് താല്പര്യമില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും സാഹചര്യം എന്താകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന തിരിച്ചടികളും മറ്റും അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് വിശകലന വിദഗ്ധരെല്ലാം പറയുന്നത്. ട്രംപ് നിഷേധിക്കുമ്പോഴും നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പ് ട്രംപ് ഭരണകൂടത്തിന് മുന്നിലെ വലിയ അഗ്നിപരീക്ഷ തന്നെയാണ്. അത് കണക്കുകൂട്ടി തന്നെയാണ് ഇറാൻ ഈ കരാർ ചർച്ച നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ് മറ്റു ചില വിലയിരുത്തലുകൾ വരുന്നത്. അപ്പോഴും ഇസ്രയേലിൻ്റെ അതൃപ്തി അവിടെ നിൽപ്പുണ്ട്. നെതന്യാഹു ഏത് തരത്തിൽ ഇതിനോട് പ്രതികരിക്കും, ഏത് തരത്തിൽ ഈ കരാറിന് തുരങ്കം വയ്ക്കും എന്നുള്ളൊരു ആശങ്കയും അവിടെ നിൽപ്പുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.